ഓക്കെ, നമ്മളപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ 12ാമത്തെ ലെസണിലേക്ക് വന്നിട്ടുണ്ട്. ചാർട്ട് പാറ്റേൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, നമ്മളിനി എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ചാർട്ട് പാറ്റേൺസ് ഓർ പ്രൈസ് പാറ്റേൺസ് ഈസ് എ പാറ്റേൺ വിത്തിൻ എ ചാർട്ട് വെൻ പ്രൈസസ് ആർ ഗ്രാഫ്ഡ്. അതായത് പ്രൈസസ് ഇങ്ങനെ വരഞ്ഞ് പോകുന്നതുകൊണ്ട് ഇങ്ങനെ വരഞ്ഞ് പോകും നമ്മുടെ ചാർട്ടിൽ. ഇങ്ങനെ വരച്ച് പ്രൈസ് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അത് നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മളൊരു ഷേപ്പ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കോമൺ ഷേപ്പുകൾ വരുന്നതനുസരിച്ച് അവിടെ നമുക്കത് പഠിക്കാൻ സാധിക്കും. ഈ ഒരു ഷേപ്പിലാണ് ആ ഒരു ചാർട്ട് വരയ്ക്കുന്നതെങ്കിൽ ഇനി മുമ്പോട്ട് ഈ ഒരു ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇൻ സ്റ്റോക്ക് ആൻഡ് കമ്മ്യൂണിറ്റി മാർക്കറ്റ് ട്രേഡിംഗ് ചാർട്ട് പാറ്റേൺ സ്റ്റഡീസ് പ്ലേ എ ലാർജ് റോൾ ഡ്യൂറിങ് ടെക്നിക്കൽ അനാലിസിസ്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ്റ്റാണ് ഈ ഒരു ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വെൻ ഡേറ്റ ഈസ് പ്ലോട്ടഡ് ദർ ഈസ് എ യൂഷ്വലി എ പാറ്റേൺ വിച്ച് നാച്ചുറലി ഒക്വേഴ്സ് ആൻഡ് എ റിപ്പീറ്റ് ഓവർ എ പീരീഡ്. അതായത് ഇങ്ങനെയുള്ള പാറ്റേൺസ് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കറിയാം അത് റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഇതിനു മുമ്പ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമുക്ക് മാർക്കറ്റിലേക്ക് വരുമ്പം ഒരുപാട് ടൈപ്പ് പാറ്റേൺസ് നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് 2 തരം പാറ്റേൺസ് ആണ് ഉള്ളത്. ഒന്ന് റിവേഴ്സൽ പാറ്റേൺ, രണ്ട് കണ്ടിന്യൂവേഷൻ പാറ്റേൺ. റിവേഴ്സൽ പാറ്റേൺ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു, അപ്പോൾ അവിടെ എന്താണ്, അത് അപ് ട്രെൻഡാണ്. അപ്പം ഈ ഒരു അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡിലേക്ക് വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന പാറ്റേൺസ് ആണ് റിവേഴ്സൽ പാറ്റേൺസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലായിരുന്നു, ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇത് അപ് ട്രെൻഡിലേക്ക് പോയി. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇവിടെ എന്താണ്, ഒരു റിവേഴ്സലാണ് നടന്നിരിക്കുന്നത്. ഒരു അപ് ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. ഇവിടെ എന്താണ്, ഒരു ഡൗൺ ട്രെൻഡ് റിവേഴ്സ് ചെയ്ത് അപ് ട്രെൻഡിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു റിവേഴ്സൽ, ഈ ഒരു അപ് ട്രെൻഡിന് മുമ്പോട്ട് പോകുന്ന, ഇങ്ങനെ അപ് ട്രെൻഡിൽ മുമ്പോട്ട് പോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെയുള്ള പാറ്റേൺസ് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, നമുക്ക് അതിനുശേഷം ഈ ഒരു സ്റ്റോക്ക് പ്രൈസ് താഴോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് ട്രെൻഡ് റിവേഴ്സായി, ഇനി ഇത് മാർക്കറ്റ് താഴോട്ട് പോരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. ഇവിടെ അങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ ഉണ്ടാകണം. ഇവിടെ ഇങ്ങനെ ഡബിൾ എം പാറ്റേൺ ഉണ്ടായി താഴോട്ട് പോരുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു ട്രെൻഡ് റിവേഴ്സായി, ഇനി ഇത് താഴോട്ട് പോരാൻ ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലേക്ക് വരുമ്പോൾ. ഓക്കെ, ഇനി ഒരു സ്റ്റോക്ക് താഴോട്ടാണ് പോരുന്നതെങ്കിൽ ബോട്ടത്തിൽ വരുമ്പം ഇങ്ങനെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു W പാറ്റേൺ ഒക്കെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു റീജിയണിൽ ഈ ഒരു ഡൗൺ ട്രെൻഡ് റിവേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്, വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അപ് ട്രെൻഡിലേക്ക് പോകുമോ? അതിനുശേഷം എല്ലാ സിനാരിയോയിലും പോകത്തില്ല, പക്ഷേ പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പം നമുക്ക് റിവേഴ്സൽസ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് ഈ ഒരു റിവേഴ്സൽസ് ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാം, ജസ്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു പാറ്റേൺസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു റിവേഴ്സൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമുക്കിവിടെ നോക്കാം, ഇവിടെ നിന്ന് പോയി ഈക്വലായിട്ട് ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴോട്ടാണ് പോകുന്നത്. ഇവിടെ എന്താണ്, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിന് മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഈക്വൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് താഴോട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു മുകളിലേക്കുള്ളൊരു മൂവ്മെൻറ്റ്, അതിനുശേഷം താഴോട്ടാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ വലിയ ഒരു ട്രയാങ്കിൾസ് ഉണ്ടാക്കി താഴോട്ട് പോകുന്നു. ഇവിടെ ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ക്രിയേറ്റ് ചെയ്ത് താഴോട്ട് പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് താഴെയും ഈ ഒരു സെയിം, ഇതിന് ഓപ്പോസിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇതിന് ഓപ്പോസിറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇതിന് ഓപ്പോസിറ്റാണ് ഇവിടെ, ഇതിന് ഓപ്പോസിറ്റാണ് ഇത്, അതായത് ഇതിന് ഓപ്പോസിറ്റാണ് ഇത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ആണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ്. കണ്ടിന്യൂവേഷൻ പാറ്റേൺ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് കണ്ടിന്യൂവേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് പോകുന്ന സിനാരിയോ നമ്മൾ കണ്ടു, ഇത് അപ് ട്രെൻഡിലേക്ക് വന്നു. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒരു പുൾ ബാക്ക് റീജിയണിലൊക്കെ, ഇങ്ങനെയുള്ള പുൾ ബാക്ക് റീജിയണിൽ നമുക്ക് ഇങ്ങനെയുള്ള കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ഫോം ചെയ്യുവാണെങ്കിൽ, ഇത് അപ് ട്രെൻഡിൽ പോകുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ആണ്. ഇങ്ങനെയുള്ള കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കും. ഇതുപോലെയുള്ള ഒരു ചാർട്ടാണ് നമുക്ക് ഈ ഒരു സിനാരിയോയിൽ കിട്ടുന്നതെങ്കിൽ അത് വീണ്ടും ഇത് ട്രെൻഡ് കണ്ടിന്യൂസ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു ട്രെൻഡ് അപ് ട്രെൻഡിൽ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ പുൾ ബാക്ക് എടുക്കുന്നതായിട്ട് കണ്ടു. അപ്പം വീണ്ടും
മുകളിലേക്ക് പോയി സെക്കൻഡ്, അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായി ഇതൊരു ട്രെൻഡ് അപ് ട്രെൻഡിലാണ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് പുൾ ബാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പുൾ ബാക്കിൽ നമ്മളൊരു എൻട്രി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എൻട്രി കണ്ടെത്തുന്നതിന് എന്തിനാണ്? നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് അതിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയതിന് ശേഷം ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നത്. അതിനുശേഷം ഇത് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ആണ് തരുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു പാറ്റേൺ ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ ഇതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്, നെക്സ്റ്റ് സ്വിങ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു താഴെ കാണുന്ന ഇത്രയും പാറ്റേൺസ് ഇതെന്താണ്? ഒരു ഡൗൺ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷനാണ്. സ്റ്റോക്ക് താഴോട്ട് വരുമായിരുന്നു, ഇവിടെ ഇങ്ങനെ ഒരു പുൾ ബാക്ക് എടുത്തു. ഈ ഒരു പുൾ ബാക്കിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ടാണ് ക്രിയേറ്റ് ചെയ്തത് എങ്കിൽ അതിനുശേഷം ഇത് താഴോട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നതെങ്കിൽ അപ്പോൾ അതെന്താണ്? ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. താഴോട്ട് വന്നു, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത് വീണ്ടും ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ ആകും. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 4-5 പാറ്റേൺ നമ്മൾ കൃത്യമായിട്ട് എടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകുന്ന അപ് ട്രെൻഡിൽ കൃത്യമായിട്ട് എൻട്രി കണ്ടെത്തുന്നതിന് വേണ്ടി ഈ ഒരു പാറ്റേൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ നല്ലൊരു എൻട്രി തന്നെ കണ്ടെത്താൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ എക്സിറ്റ് ആകാനും പറ്റും. എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നല്ല എൻട്രി ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഒരു അപ് ട്രെൻഡിന് ശേഷം, ഒരു സ്ട്രോങ് അപ് ട്രെൻഡിന് ശേഷം ഇത് കണ്ടോ ഇങ്ങനെയുള്ളൊരു, ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് അപ്പിയേഴ്സ് മിഡ്വേ ത്രൂ ആൻ അപ് ട്രെൻഡ് ആൻഡ് ആർ ഈസിലി ഐഡൻറ്റിഫൈബിൾ. നമുക്ക് നല്ല രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അത് എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡിന് മിഡ്വേയിൽ, സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡിന് നടുക്കായിരിക്കും അത് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇത് അപ് ട്രെൻഡിലാണ്, ഇങ്ങനെ അപ് ട്രെൻഡിലാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് ഏതെങ്കിലും റീജിയണിൽ ഇങ്ങനെയുള്ള പുൾ ബാക്സിൽ ഇങ്ങനെയുള്ള ചാർട്ട്സ്, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട്, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട്, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട്, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ചാർട്ട് ഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഇത് നെക്സ്റ്റ് സ്വിങ്ങിലേക്ക് പോകും. ഈ ഒരു സ്വിങ് എത്രമാത്രം ലെങ്ത് ഉണ്ടായിരിക്കും? ഈ ഒരു പഴയ സ്വിങ്ങിനോട് ചേർന്ന് അത്രയും തന്നെ വലുപ്പം ഉണ്ടായിരിക്കും ഈ ഒരു സ്വിങ്. ഓക്കെ, അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒന്നാമത്തെ എന്താണ്? 4 പാറ്റേൺസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അസെൻഡിങ് ട്രയാങ്കിൾ, ബുള്ളിഷ് പെനൻറ്റ്, ബുള്ളിഷ് റെക്റ്റാങ്കിൾ പാറ്റേൺ, ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ. അപ്പം ഇതെങ്ങനെയാണ്? താഴെ നിന്ന് ഒരു അപ് ട്രെൻഡ്, അതിനുശേഷം ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, എക്സാക്റ്റ് ആയിട്ടല്ല ഞാൻ വരച്ചത്, ഈ ഒരു ചാർട്ടിൽ എക്സാക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഹൈസ് ഈക്വൽ ആണ്, ഇവിടെ നിന്ന് വന്ന് ഹൈസ് ഈക്വൽ ആണ്. ഓക്കെ, ഹൈസ് ഈക്വൽ ആണ്. ലോ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. നമ്മളിങ്ങനെ ഈ ഒരു ലോസ് തമ്മിൽ ചേർത്ത് ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ലോ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നു. ഇതുണ്ടോ, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ആ ഒരു ഹൈ തന്നെയാണ് ഈ ഒരു ഹൈയും, ഈ ഒരു ഹൈ തന്നെയാണ് ഈ ഒരു ഹൈയും, ഈ ഒരു ഹൈ തന്നെയാണ് ഈ ഒരു ഹൈയും, ഈ ഒരു ഹൈ തന്നെയാണ് ഈ ഒരു ഹൈയും. ബട്ട് ലോ എന്താണ്? ലോ ഷിഫ്റ്റ് ചെയ്യുവാണ്, ലോ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്, ലോ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്, ലോ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്, മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. ഈ ഒരു ട്രയാങ്കിളിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഇവിടെ വലുതായിരുന്നു, കുറഞ്ഞു. അപ്പം ഇവിടെ എന്താണ്? ഇതിന് അസെൻഡിങ് ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ പോയി, ഇത് കണ്ടോ, ഇങ്ങനെ പ്രൈസ് മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്തു, താഴോട്ട് വന്നു, സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു. ഇവിടെ താഴെ വോളിയം എന്തായിരിക്കും? വോളിയം കുറവായിരിക്കും ഈ ഒരു സീനാരിയോയിൽ. കാരണം അവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് നടക്കുന്നത്, ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് നടക്കുന്നത്. അവിടെ എന്താണ്? ആ താഴെ, ഈ ഒരു താഴെ നിന്ന് എൻട്രി എടുത്തവർ കുറച്ച് പേര് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരുന്നു. പതുക്കെ പുതിയ ആൾക്കാർ എൻട്രി എടുക്കാൻ വേണ്ടി ജസ്റ്റ് വെയിറ്റ് ആണ്. അവിടെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു റീജിയണിൽ ഇങ്ങനെ വന്ന് ഇത് മുകളിലേക്ക് നമുക്ക് ബ്രേക്ക് ഔട്ട് തരുവാണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണ് നമ്മുടെ ചാർട്ടിലെങ്കിൽ അതൊരു നല്ല ഒരു എൻട്രി ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ എൻട്രി ലൊക്കേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും എക്സാക്റ്റ് ലൊക്കേഷൻ ഇത് നല്ലൊരു എൻട്രി ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ്? നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലായിരിക്കണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള പുൾ ബാക്കിലാണ് ഇത് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നല്ല വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനാമിക് സപ്പോർട്ട്, നമ്മുടെ EMA20 ഇതിൻ്റെ താഴെ ഡൈനാമിക് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും ഇതൊരു നല്ല എൻട്രി ആകാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്ന റീജിയണിൽ വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടാം. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ഇതിൻ്റെ പേരാണ് അസെൻഡിങ് ട്രയാങ്കിൾ. നമ്മൾ ചാർട്ടിൽ പോയി എക്സാമ്പിൾ എടുത്ത് നോക്കും. ഇനി രണ്ടാമത്തെ ചാർട്ടാണ് ബുള്ളിഷ് പെനൻറ്റ്. ഇവിടെ എന്താണ് വ്യത്യാസം? താഴേന്ന് അപ് ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഈ ഓരോ പാറ്റേൺസും. ഇവിടെ എന്താണ്? ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, അതിനുശേഷം ഇത് ബ്രേക്ക് ഔട്ടാണ് തരുന്നത് ആ ഒരു റീജിയണിൽ നിന്ന്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ലോസ് ഷിഫ്റ്റ് ചെയ്യുവാണ്. ഇവിടെ ഹൈസും
ഹൈസ് ഷിഫ്റ്റ് ചെയ്ത് താഴോട്ട് പോകുന്നു, അതുപോലെ തന്നെ ലോസും ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി. അങ്ങനെ ഒരു ഇതുണ്ടോ, ഇങ്ങനെ രണ്ടും തമ്മിൽ ചേർന്ന് ഒരു നാരോ റേഞ്ചിലേക്ക് വരുവാണ്. അപ്പോൾ ഇവിടെ വലിയൊരു നാരോ റേഞ്ച് ആയിരുന്നു, ഇവിടെ അത്രയും ഒരു റേഞ്ച് അല്ല, കുറച്ച് സ്പീഡായിട്ട് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും. അപ്പം ഈ ഒരു സിനാരിയോയിൽ നമുക്കിവിടെ ബ്രേക്ക് ഔട്ട് തരുവാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ നമുക്കിവിടെ നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ട് തരുന്നു, താഴെ നമ്മുടെ ഡൈനാമിക് സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു എൻട്രിയാണ്. ഓക്കെ, ഇനി നമുക്ക് ബുള്ളിഷ് റെക്റ്റാങ്കിൾ പാറ്റേൺ, താഴെ നിന്ന് അപ്പ് ട്രെൻഡ്, അതിനുശേഷം ഒരു ഹൈ, ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, അപ്പം ഇവിടെ ഈ ഒരു ലൈൻസ് തമ്മിൽ ചേർത്ത് വരയ്ക്കാം. നമുക്ക് നല്ലൊരു റേഞ്ച് ക്ലിയർ സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. ഇവിടെ ബ്രേക്ക് ഔട്ട് തന്ന് റീടെസ്റ്റ് തന്ന് ഇങ്ങനെ ഒരു മൊമെൻറ്റം ആയിരിക്കും നമുക്ക് ഈ ഒരു ചാർട്ടിൽ കിട്ടുന്നത്. 100% ഇങ്ങനെ കിട്ടുമോ? ഇല്ല. 100% ഇതുപോലെ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു, ഇങ്ങനൊരു പാറ്റേൺ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ക്ലിയർ ആയിട്ട് ഈ ഒരു അപ്പ് ട്രെൻഡ് നമുക്ക് ഇവിടെ കിട്ടുമോ? ഇങ്ങനെ ഒരു സ്വിങ് കിട്ടുമോ? അത് കിട്ടണമെന്നില്ല. ഓക്കെ, അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പം നമ്മൾ മാർക്കറ്റിൽ എന്താണ് പോസിബിലിറ്റി കൂട്ടണം. നമ്മുടെ നോളജ് വെച്ച് നമ്മൾ അങ്ങനെ ഒരു സ്വിങ് കിട്ടാൻ പോസിബിലിറ്റി കൂട്ടണം. ഓക്കെ, നമ്മളിവിടെ സ്വിങ് ട്രേഡിംഗ് ആണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 4 പാറ്റേൺസ് മാത്രം പഠിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള പാറ്റേൺസ് പഠിക്കുന്നത് നല്ലതാണ് ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി. ഇതുണ്ട് അപ്പ് ട്രെൻഡിന് ശേഷം ഇവിടെ എന്താണ് ഹൈസും ലോസും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഹൈ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് താഴോട്ടാണ് വരുന്നത്, ലോയും ഷിഫ്റ്റ് ചെയ്ത് താഴോട്ടാണ് വരുന്നത്. ഒരു ചെറിയൊരു റെക്റ്റാങ്കിളിൻ്റെ അകത്ത് തന്നെയാണ്, ഒരു ചെരിഞ്ഞ റെക്റ്റാങ്കിളിൻ്റെ അകത്താണ് വരുന്നത്. ഇപ്പം ഫുൾ ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ എന്ന് നമുക്ക് പറയാം ഇതിനെ. ഓക്കെ, അപ്പം ഇതൊരു ഫ്ലാഗ് പോലെയാണ് ഇരിക്കുന്നത്. ഇതുണ്ടോ, ഇത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫ്ലാഗ് പോലെയാണ് ഇരിക്കുന്നത്. ഇതൊരു ഫ്ലാഗാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, അങ്ങനെ ഒരു ചാനലിൻ്റെ അകത്തു നിന്നാണ് ബ്രേക്ക് ഔട്ട് തരുന്നതെങ്കിൽ ഇതും നല്ലൊരു എൻട്രിയാണ്. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാറ്റേൺസ് നമുക്ക് ഒരുപാട് കിട്ടും. ഈ ഒരു പാറ്റേൺസും കിട്ടും, ഇതും കിട്ടും, നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇത് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു പാറ്റേണാണ് ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ. അപ്പം നമുക്ക് ഇനി ചാർട്ടിൽ പോയി ഈ ഒരു പാറ്റേൺസ് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. കല്യാൺ ജുവലേഴ്സിൻ്റെ സ്റ്റോക്ക് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഉണ്ടോ, സ്റ്റോക്ക് ഇങ്ങനെ ഒരു അപ്പ് ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം അവിടെ ഒരു പുൾ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. പുൾ ബാക്ക് എങ്ങനെയാണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് ആ ഒരു ലൈൻസ് ചേർത്ത് ഇങ്ങനെ ഒരു ലൈനുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് എക്സാക്റ്റ് ആയിട്ടൊന്ന് ഡ്രോ ചെയ്യാം. നമുക്കതിന് വേണ്ടി ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യാം ഈ ഒരു സിനാരിയോയിൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇത് കണ്ടോ, ഇതിനകത്തായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഈ ഒരു പാറ്റേണിന് പുറത്തേട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ അപ്പോൾ നമ്മൾ മറ്റൊരു സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, TI വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ട്രെൻഡ് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് അപ്പ് ട്രെൻഡിലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവിടെ അപ്പ് ട്രെൻഡ് നല്ല രീതിയിൽ അപ്പ് ട്രെൻഡിൽ പോകുന്നുണ്ട്. ഇവിടെ കണ്ടോ, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റത്തിന് ശേഷം ഒരു പുൾ ബാക്കാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പുൾ ബാക്ക് റീജിയനിൽ നമുക്ക് അങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലിയിലിട്ട് പോയി നോക്കാം. ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കറക്ഷനാണ് കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഡെയിലിയിൽ വല്ലോ ചാർട്ട് പാറ്റേണും ഫോം ആകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഡെയിലിയിൽ വരുമ്പം ഇതുണ്ടോ, ഇവിടെ നിന്ന് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൊമെൻറ്റത്തിന് ശേഷം ഡെയിലിയിൽ വരുമ്പോൾ എന്താണ്, നമുക്ക് ഇവിടെ ഒരു അപ്പോൾ നമ്മളിവിടെ ട്രെൻഡ് ലൈൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് പാറ്റേൺസ് ഒക്കെ ഡ്രോ ചെയ്യുന്നതിന്. ട്രെൻഡ് ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും. ഓക്കെ, മറ്റ് ഓപ്ഷൻസ് ഉണ്ട് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ബട്ട് നമുക്ക് ഈ ഒരു കോമൺ ആയിട്ടുള്ള ലൈൻസ് വെച്ച് നമുക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്താണ്, ഈ ഒരു റീജിയണിൽ പ്രൈസ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് ഇങ്ങനെ ഒരു ചാനലിൽ മൂവ് ചെയ്യുമായിരുന്നു. ഒരു ഫ്ലാഗ് പാറ്റേൺ ആണ് ഇവിടെയും ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്, ഇവിടെ അത് പതുക്കെ ബ്രേക്ക് ഔട്ട് തന്നു. അപ്പം ആ ഒരു ബ്രേക്ക് ഔട്ട് റീജിയണിൽ നമുക്ക് അതിൻ്റെ താഴെ തന്നെ നമുക്ക് അതിൻ്റെ ഡൈനാമിക് സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് വീണ്ടും ആ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്യാൻ വന്നു, വീണ്ടും അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നു. ഇവിടെ എന്താണ്, വീണ്ടും ഡെയിലിയിൽ നമുക്ക് ഇവിടെയും ഒരു ഇതുണ്ടോ സ്ട്രോങ് ആയിട്ട് പോയി. അതിനുശേഷം നമ്മളൊരു റെക്റ്റാങ്കിൾ കണ്ടിന്യൂവേഷൻ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു. ഇതുണ്ടോ, ഇത് എക്സാക്റ്റ് ആയിട്ട് ഒരു റെക്റ്റാങ്കിൾ പാറ്റേൺ ആണ്.
ഇതുണ്ടോ, റെക്റ്റാങ്കിളാണ് ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് വരയ്ക്കാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിന് എന്താണ്, നമ്മൾ ഹൊറിസോണ്ടലാണ് യൂസ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഉണ്ടോ. അപ്പോൾ നമ്മൾ എത്രമാത്രം എക്സ്പീരിയൻസ് ആവുന്നോ അതനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് സ്ട്രെങ്ത് ഉള്ള ഒരു അപ്സൈഡ് മൊമെൻറ്റം, അതിനുശേഷം ഇതിൻ്റെ അകത്ത് തന്നെ റെക്റ്റാങ്കിൾ പാറ്റേൺ കണ്ടോ. ഈ ഒരു പാറ്റേണാണ് നമ്മളവിടെ പഠിച്ചത്. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കിട്ടണമെന്നുണ്ടോ, ഇതുപോലെ തന്നെ ഇങ്ങനെ കിട്ടണമെന്നുണ്ടോ? ഇല്ല, നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. സോറി, ഇത്രയും താഴെ പോകത്തില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമുക്ക് പാറ്റേൺ കിട്ടുന്നത്. ഓക്കെ, അല്ലാതെ ഇങ്ങനെ എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടത്തില്ല, ഇങ്ങനെ എക്സാക്റ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടത്തില്ല. ചിലപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, എക്സാക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങളും നമുക്ക് കിട്ടത്തില്ല. ബട്ട് ഇത് കണ്ടോ, ഈ ഒരു റീജിയണിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ ക്ലിയർ ആയിട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, ഒരു ഡെയിലിയിൽ ബുള്ളിഷ് ക്യാൻഡിൽ നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ട് തന്നു. അതിനുശേഷം ഇത് കണ്ടോ കണ്ടിന്യൂവേഷൻ. എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു ചാർട്ട് പാറ്റേൺ അവിടെ ആക്ട് ചെയ്യുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു റീജിയണിൽ ഡൈനാമിക് സപ്പോർട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ MA20 ഉണ്ടോ, ഈ ഒരു റീജിയണിൽ നമ്മൾ ഡൈനാമിക് സപ്പോർട്ട് താഴെ തന്നെ ഉണ്ട്, വോളിയം ഇൻക്രീസ് ആയി, ഈ ഒരു ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ടും തന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചാർട്ട് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റോക്കാണ് വരുൺ ബിവറേജസ് ലിമിറ്റഡ് VBL. വീക്ക്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണോ, പ്രൈമറി ട്രെൻഡ് അപ് ട്രെൻഡിലാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് എൻട്രി കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ ഒരു പുൾ ബാക്ക് സംഭവിച്ചിട്ടുണ്ടോ, പുൾ ബാക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ്. അതിനുശേഷം ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ചേർത്തൊന്ന് ലൈൻ ഡ്രോ ചെയ്ത് നോക്കാം. വീക്കിലിയിൽ ലെവൽസൊക്കെ ഒന്ന് ചേർത്ത് ഡ്രോ ചെയ്യാം. നമുക്കിവിടെ ലൈൻ തന്നെ എടുക്കാം. ഇതുണ്ടോ, ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും നമ്മൾ ചേർത്ത് വരച്ച്, ഇതുണ്ടോ, നമ്മൾ ഒരു ബുള്ളിഷ് പെനൻ്റ് എന്ന് പറഞ്ഞൊരു ചാർട്ട് പാറ്റേൺ പഠിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഇവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡിന് ശേഷം ഇതൊരു പുൾ ബാക്കാണ്. ആ ഒരു പുൾ ബാക്കിൽ കണ്ടോ, ഇവിടെ എന്താണ്, ഹൈ താഴോട്ട് വന്നു, ഈ ലോ ഷിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് വന്നു. ഇങ്ങനെ വന്നിട്ട് ഈ ഒരു റീജിയണിൽ ബ്രേക്ക് ഔട്ടാണ് തരുന്നതെങ്കിൽ, ഈ ഒരു റീജിയണിൽ മോശമില്ലാത്ത വോളിയം പതുക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീജിയണിൽ നമ്മൾ ഇനി മുകളിലേക്കുള്ള ഡയറക്ഷനാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. എത്രമാത്രം ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാം, ഇതുണ്ടോ, ഈ ഒരു ഇത്രയും വീക്കിലാണ് ഈ ഒരു സ്ട്രെങ്ത് കിട്ടിയത്. അപ്പം ഇവിടെയും ഇത്രയും ഒരു സ്ട്രെങ്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടുന്ന് എത്രമാത്രം പുൾ ബാക്സ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് കുറേ മുകളിലേക്ക് സഞ്ചരിച്ച ഒരു സ്റ്റോക്കാണ്. അപ്പം ഒറ്റയടിക്ക് ഒത്തിരി മുകളിലേക്ക് ഡയറക്റ്റായിട്ട് മൂവ് ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റും ചെയ്യരുത്. ഓക്കെ, ഇവിടെ കണ്ടോ, നമ്മളിവിടെ ഡ്രോ ചെയ്തു. അതിപ്പോൾ ഡെയിലിയിലിട്ട് പോയി കഴിഞ്ഞാലും ആ ഒരു ചാർട്ട് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ലെവല് ഇമ്പോർട്ടൻറ്റ് ലെവലായിരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ കണ്ടോ, ഇതിൻ്റെ അതിട്ട് പുറത്തേട്ട് ഇറങ്ങിയ വഴി തന്നെ കഴിഞ്ഞ വീക്കിൽ സ്ട്രെങ്ത് ഉള്ള ഒരു ബ്രേക്ക് ഔട്ടാണ് തന്നത്. അതിന് കണ്ടിന്യൂവേഷൻ വീണ്ടും നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ ഇവിടെ എന്താണ്, ട്രേഡേഴ്സ് ആക്റ്റീവ് ആവുകയാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സ് ഒരു പക്ഷേ അതിൻ്റെ അകത്ത് എൻട്രി എടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഇപ്പോഴത്തെ സിനാരിയോയിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സിനാരിയോയിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡറബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേണും നമുക്കിവിടെ ഡൈനാമിക് സപ്പോർട്ട് നമുക്ക് താഴെ സപ്പോർട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. മോശമില്ലാത്ത വോളിയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ ഒരു ചാർട്ട് പാറ്റേണെ സംബന്ധിച്ചിടത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എൻട്രി മെത്തേഡ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കമ്പൈൻ ചെയ്ത് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചാർട്ട് പാറ്റേൺ ആണ് നോക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു റീജിയണിൽ നമ്മൾ എക്സാക്റ്റ് എൻട്രി ലൊക്കേഷൻ ആണെന്ന് കണ്ടെത്തണമെങ്കിൽ കുറേ കാര്യങ്ങളും കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ വലിയ ടൈം ഫ്രെയിമിൽ പോയി സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഡ്രോ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് റിസ്ക് റിവാർഡും അതുപോലെ തന്നെ എത്ര ടാർഗറ്റ് കിട്ടാൻ സാധ്യതകളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു കറണ്ട് സിനാരിയോയിൽ ഇങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാർട്ട് പാറ്റേൺ കണ്ട് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഇത് ബുള്ളിഷ് പെനൻറ്റ് അല്ലെങ്കിൽ ട്രയാങ്കിൾ പാറ്റേൺ അല്ലെങ്കിൽ ഫ്ലാഗ് പാറ്റേൺ അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ പാറ്റേൺ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ പാറ്റേൺ ഇങ്ങനെയുള്ള എക്സാക്റ്റ് ആയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏകദേശം റെക്റ്റാങ്കിൾ പാറ്റേണിനോട് ചേർന്നാണ് അങ്ങനെ ഫോം ചെയ്യുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് അത് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള പാറ്റേൺസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടത്തില്ല. ചില സിറ്റുവേഷനിൽ എക്സാക്റ്റ് ആയിട്ട് കിട്ടും, എല്ലാ സിറ്റുവേഷനിലും എക്സാക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഇത് അകത്തേട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു പാറ്റേണിൻ്റെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടായിരുന്നു ഇത്.
ഇതൊരു തെറ്റായ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ബ്രേക്ക് ഔട്ടായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ അകത്തേട്ട് വന്നു. അപ്പോൾ അത് വീണ്ടും ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിലേക്ക് വീണ്ടും പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഇത് താഴോട്ട് ബ്രേക്ക് ഡൗൺ തരും. താഴോട്ട് ബ്രേക്ക് ഡൗൺ തരുവാണെങ്കിലും ഓക്കെ. താഴോട്ടാണ് ബ്രേക്ക് ഡൗൺ തരുന്നെങ്കിൽ പിന്നെ താഴത്തെ ലെവൽസാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് എപ്പോഴും എന്താണ് എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്ലാഗ് പാറ്റേൺസ് അല്ലെങ്കിൽ ഈ ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ, ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ പാറ്റേൺസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഒരു എൻട്രിയാണ് അവിടെ കണ്ടെത്താൻ നോക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അപ് ട്രെൻഡിലേക്ക് പോകുമ്പം ഇങ്ങനെയുള്ള പുൾ ബാക്ക് റീജിയണിൽ ഇങ്ങനെയുള്ള അപ് ട്രെൻഡിന് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചാർട്ട് പാറ്റേൺസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ചാർട്ട് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ ഒരു ട്രേഡ് ഈ ഒരു ലൊക്കേഷനിൽ എൻട്രി എടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ടോ, ഈ ഒരു ചാർട്ട് പാറ്റേൺ ഒരു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് ഇത് കംപ്ലീറ്റ് ആകുമോ. അപ്പോൾ ചില സമയത്ത് എന്താണ് ചാർട്ട് പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്ത് തുടങ്ങി അപ്പോൾ ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയനിൽ നിൽക്കുവാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയോ? ഇല്ല. അത് കംപ്ലീറ്റ് എപ്പോഴാണ് ആകുന്നത്? അത് കംപ്ലീറ്റ് ആകുന്നത് ഈ ഒരു റീജിയന് മുകളിൽ ബ്രേക്കൗട്ട് തന്ന് ഈ ഒരു സിനാരിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് തന്ന സിനാരിയോയിൽ നമുക്ക് പറയാൻ സാധിക്കും ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയി, നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇവിടെ എൻട്രി എടുക്കുമോ? ആ ഒരു റീജിയനിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും കമ്പൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ കൂടെ എടുത്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് കണ്ടോ, ഇത് അപ് ട്രെൻഡിലേക്ക് വന്നു, ഇത് ഫസ്റ്റ് പുൾ ബാക്കാണ്. അപ്പം ആ ഒരു പുൾ ബാക്കിൽ നമ്മളൊരു ചാർട്ട് പാറ്റേൺ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ചാർട്ട് പാറ്റേൺ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഇത്രയും കാണുമ്പോഴത്തേനും നമുക്കിത് കണ്ടോ, ഇങ്ങനെ ഒരു സിനാരിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് ഇത് കണ്ടോ, ഈ ഒരു സ്റ്റോക്ക് എന്താണ്, ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി, ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡാണ്, ഇത് റൈസിംഗ് ആണ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ബെൻഡായി. ബട്ട് ഇവിടെ ചാർട്ട് പാറ്റേൺ നമ്മളിവിടെ കാണുന്നുണ്ട്. ചാർട്ട് പാറ്റേൺ എന്താണ്, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് നമുക്ക് ഡ്രോ ചെയ്യാം. മാക്സിമം അധികം ബോഡി കട്ട് ചെയ്യാതെ മാക്സിമം പോയിന്റുകൾ വരുന്ന ആ ലെവൽസ് നോക്കിയാണ് നമ്മൾ ട്രെൻഡ് ലൈനും അല്ലെങ്കിൽ സപ്പോർട്ടുകളും ഒക്കെ വരയ്ക്കുന്ന സമയത്ത് മാക്സിമം പോയിന്റുകൾ ഉൾപ്പെടുത്താൻ നോക്കുക. ഇവിടെ എന്താണ്, നമ്മൾ കുറേ പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ്, ഇങ്ങനെ കുറേ പോയിന്റുകൾ താഴെയും 1 2 3 4 പോയിന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് മൂവ് ചെയ്തത്, ഇവിടെ ഇങ്ങനൊരു മൂവ്മെൻറ്റിന് ശേഷം ഇവിടെ അതൊരു ബ്രേക്ക് ഔട്ട് തരുവാണ്. അവിടെ ബ്രേക്ക് ഔട്ടിൽ എന്താണ്, വോളിയം ഇൻക്രീസ് ആയി. ബട്ട് ഇവിടെ എന്താണ്, ഇവിടെ തൊട്ട് ഈ ഒരു വോളിയം ഡിക്രീസ് ആയി. ഓക്കെ, അപ്പം ഇതൊരു അപ് ട്രെൻഡിന് ശേഷം ഒരു ചെറിയൊരു സൈഡ് വേസ് അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ ട്രെൻഡാണ്, ഷോർട്ട് ടൈം. അതിനെയാണ് നമ്മൾ പുൾ ബാക്ക് എന്ന് പറയുന്നത്. ആ പുൾ ബാക്കിൻ്റെ അത് നമുക്ക് ചാർട്ട് പാറ്റേൺസ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ ചാർട്ട് പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ഒരു ഡയറക്ഷനിലേക്ക് ബ്രേക്ക് ഔട്ട് തരും. ആ തരുന്ന ഡയറക്ഷനിൽ നമുക്ക് നല്ല വോളിയം കൂടെ ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു എൻട്രി കൺസിഡർ ചെയ്യാം. അതൊരു പക്ഷേ മുകളിലേക്ക് പോകാനുള്ളതും ഇങ്ങനെയുള്ള സ്വിങ്സ് കിട്ടാനും ഒരു പോസിബിലിറ്റി തരും. ഇതുണ്ടോ, എന്ത് മനോഹരമായിട്ടുള്ള കണ്ടിന്യൂസ് റാലിയാണ് നമുക്ക് തന്നത് ആ ഒരു സ്റ്റോക്ക്. ആ ഒരു റീജിയണിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്കാണ് പോയത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാ പുൾ ബാക്കിലും ഇങ്ങനെയുള്ള ചാർട്ട് കിട്ടുമോ? എല്ലാ പുൾ ബാക്കിലും കിട്ടണമെന്നില്ല. ഓക്കെ, അതും മനസ്സിലാക്കുക. എല്ലാ പുൾ ബാക്കിലും ഇങ്ങനെയുള്ള ചാർട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, ഇതുണ്ടോ, ഇവിടെ ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയി, അപ് ട്രെൻഡിലായിരുന്നു. ഇവിടെ നിന്ന് വന്ന് ജസ്റ്റ് ഇങ്ങനെ വന്നു. ഇവിടെ നമുക്ക് ഈ ഒരു റീജിയൺ ഇനി ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമായിരുന്നു. ബട്ട് ഇത് കണ്ടോ, സെക്കൻഡ് ടൈമിൽ വന്നപ്പോൾ തന്നെ ഇവിടെ പോയി, ഇവിടെ വന്ന് സെക്കൻഡ് ടൈമിൽ വന്നപ്പോൾ തന്നെ ഇത് ബ്രേക്ക് ഡൗൺ തന്നു. അപ്പോൾ ഇത് നമ്മുടെ ചാർട്ട് പാറ്റേണുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒപ്പം ഈ ഒരു EMA നമുക്ക് അതിനടുത്ത് സപ്പോർട്ട് തരുന്നുണ്ടോ? ഇല്ല, ഒത്തിരി മുകളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ EMA നമുക്ക് സപ്പോർട്ടും കൂടെ തരുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഒത്തിരി ഓവർ സോൾഡ് അല്ല, ഒത്തിരി പ്രൈസിലല്ല ആ ഒരു സ്റ്റോക്ക്, ഒത്തിരി പ്രൈസിലല്ല ചെയ്യുന്നത്, ആവറേജിനോട് ചേർന്ന് തന്നെയാണ് ട്രേഡ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. അപ്പം ഒത്തിരി മുകളിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും ഒരു സ്ട്രെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ പറയാൻ. നമുക്ക് ഇങ്ങനെയുള്ള ചാർട്ട് പാറ്റേൺസ് കണ്ടെത്താൻ സാധിക്കുന്നതാണ് സ്റ്റോക്കിൽ പോയി. അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺസ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അപ് ട്രെൻഡിൽ പോകുമ്പം നമുക്ക് ഇങ്ങനെ അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കിൽ ഇങ്ങനെയുള്ള അസെൻഡിങ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ബുള്ളിഷ് പെനൻറ്റ് അല്ലെങ്കിൽ ബുള്ളിഷ് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ബുള്ളിഷ് ഫ്ലാഗ് പാറ്റേൺ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, പെനൻറ്റ്, ട്രയാങ്കിൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും പാറ്റേൺസ് ഏകദേശം മോശമില്ലാത്ത രീതിയിൽ
ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് ആ ഒരിൻ്റെ കണ്ടിന്യൂവേഷനിലേക്ക് വരുമ്പം ഇങ്ങനെയുള്ള ബ്രേക്കൗട്ടിലേക്ക് വരുമ്പം അത് നമുക്കൊരു എൻട്രി പോയിൻ്റായി മാറും, അതൊരു എൻട്രി ലൊക്കേഷനായി മാറും. ഓക്കെ, ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മളിനി നെക്സ്റ്റ് ലെസണിൽ നമ്മളെന്താണ് എൻട്രി മെത്തേഡ്സ് പഠിക്കും. എൻട്രി മെത്തേഡിൻ്റെ അത് നമ്മളൊരു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്കാണ് പോകാൻ പോകുന്നത്, എൻട്രി മെത്തേഡിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇതുവരെ പഠിച്ചത് ഓരോ കാര്യങ്ങളാണ്, ഓരോ പാരാമീറ്റേഴ്സ്, ഓരോ ടെക്നിക്കലി നമ്മൾ അറിയേണ്ട ഓരോ ആശയങ്ങളാണ്, ഓരോ കോൺസെപ്റ്റുകളാണ്. ആ ഉള്ള കോൺസെപ്റ്റുകളെല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു എൻട്രിയിലേക്ക് പോകുന്നത്, ഒരു സ്റ്റോക്കിൽ എൻട്രിയിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചാർട്ടിൽ പോയി കഴിയുമ്പോഴത്തേനും കിട്ടും. അപ്പോൾ നമുക്ക് വീക്കിലി ചാർട്ടിൽ നമുക്ക് പാറ്റേൺസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഡെയിലിയിലേക്ക് പോകാം. ഓക്കെ, അപ്പം വീക്കിലിയിൽ ഇങ്ങനൊരു ചാർട്ട് പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് ബ്രേക്കൗട്ട് തരുന്നതനുസരിച്ച് അത്രയും വലിയ കുറേ വീക്കുകൾ അതിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം തരാം. അതല്ല ഒരു ഡെയിലിയിലാണ് ഇങ്ങനൊരു ഒരു പാറ്റേൺ ഫോം ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് ദിവസങ്ങളിലേക്ക് ആ ഒരു ഡയറക്ഷൻ കിട്ടാം. അപ്പം എത്ര വലിയ ടൈം ഫ്രെയിമിലാണോ അത്രയും വലിയൊരു ചാർട്ട് ഫോം ചെയ്യുന്നത്, എത്ര ടൈം എടുത്തിട്ടാണോ ഇങ്ങനൊരു ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യുന്നത്, അത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ചെറിയൊരു ടൈം ഫ്രെയിമിലാണ് ഒരു ചെറിയ പാറ്റേൺ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള അപ്വേർഡ് ഡയറക്ഷനും ചെറുതായിരിക്കും. അതല്ല ഒരു വലിയ ടൈം ഫ്രെയിമിൽ വലിയൊരു ചാർട്ട് പാറ്റേൺ ആണ്, കുറേ ദിവസങ്ങൾ കുറേ ആഴ്ചകൾ എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലാണ് ഈ ഒരു ചാർട്ട് പാറ്റേൺ കംപ്ലീറ്റ് ആകുന്നതെങ്കിൽ അത്രയും കുറച്ച് മാസങ്ങൾ തന്നെ അതിൻ്റെ അപ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ കിട്ടും. ഇത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.